Hello guys, welcome back to my channel Crystal526 guys. ഇത് നമ്മൾ സാധാരണ വീഡിയോയിലുള്ള ഒരു അൺബോക്സിങ് വീഡിയോട്ടാണ്. എന്താണെന്നല്ലേ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബോക്സിങ് ആണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ. അപ്പം അതിൻ്റെ അൺബോക്സിങ് ആണ്. അൺബോക്സിങ് അല്ല എന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളാണ് പരിചയപ്പെടുത്തുന്നുള്ളൂ, ഫുള്ളും പരിചയപ്പെടുത്താൻ സമയമില്ല. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഡെർക്കും ഏതിനും അവരുടെ എഡിറ്റൊക്കെ ചെയ്യാൻ പോയേക്കാണ്. അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് കാണിക്കാൻ സമയമുണ്ടെങ്കിൽ കാണിക്കാം. ഇത് ഫസ്റ്റിന് കോക്കോമിലനാണ് ഇന്നലെ കിട്ടിയത്. ഏലിയാസിനാണ് ഇത് കിട്ടിയത്. കോക്കോമിലൻ 3 പ്ലേ. ഇത് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. 10 പോക്കറ്റ് ടിഷ്യൂസ് ഉണ്ട്. ഇത് നമുക്ക് ദൂരെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എടുക്കാം. ഇത് തുറന്ന് നോക്കാം. ഇത് കോക്കോമിലൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഒരു പെട്ടി കിട്ടിയായിരുന്നു, അന്നേരം അതിൽ നിന്ന് ഇത് മാത്രമൊക്കെ എടുത്താണ്. നല്ല ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്മെല്ലൊക്കെ ഉണ്ട്. ഡിസൈൻ ക്യാമറ കാണിക്കുമ്പോൾ കാണത്തില്ല. ഇത് നല്ലൊരു ടിഷ്യൂ ആണ്, അങ്ങോട്ടേക്കും പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സെക്കൻഡ് ആയിട്ട് കാണിക്കുന്നത് ഈ കീ ചെയിനാണ്. ഇതും ഏലിയാസിനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് കീ ചെയിനായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഒരു കീ ചെയിൻ നമുക്ക് സാധാരണ കടയിൽ നിന്നൊക്കെ കിട്ടും, അക്ഷരം വെച്ചിട്ട്. അപ്പം ഇത് തേർഡാണ്. ഇത് അത്തറാണ്. എന്തിൻ്റെ അത്രയാണെന്ന് അറിയത്തില്ല. നമുക്കിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല സ്മെല്ലാണ്. ഒരുമാതിരി ഒത്തിരി കട്ടിമണമൊന്നുമല്ല, ഒത്തിരി കട്ടിയില്ല, ഒത്തിരി ഇതുമില്ല, ഒരു മീഡിയം ലെവൽ സ്മെല്ലാണ്. അപ്പം ഇത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് പോക്കോയുടെ മൊബൈൽ സ്റ്റാൻഡാണ്. ഇതാണ് സ്റ്റാൻഡ്. ഇത് നമുക്ക് വാക്വം ആണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വാക്വം ചെയ്ത് വയ്ക്കാം. കാറിനകത്ത് വയ്ക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഞങ്ങളിപ്പം ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പം ആ ട്രിപ്പിന് ഇത് കൊണ്ടുവരുന്നു. നല്ല ഇതാണ്. ഗ്ലാസ്സിൽ പിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ ഈ സാധനം കണ്ടോ, ഇവിടെ ഒരു ലിവറുണ്ട്. ഇത് റിവേഴ്സ് വലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് അൺലോക്ക് ആവുള്ളൂ. ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും ഇങ്ങനെ വലിച്ചാൽ പോലും നമ്മൾ തുറക്കാൻ പറ്റില്ല. അത് അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തേർഡ് കാണിക്കുന്നത് നമ്മൾ കവേലിയർ ഗോൾഡ് എന്ന് പറഞ്ഞ് ഇന്നലെ കാണിച്ചു, ഡെർക്കിന് കിട്ടിയതാണിത്. ഇതും ഡെർക്കിന് കിട്ടിയതാണ്. അപ്പം ഇത് പുറത്ത് വന്നത് തന്നെ ഒരു ഇതിൻ്റെ ക്യാപ്പ് വന്നത് നല്ലൊരു ഡിസൈനാണ്. അത് നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഇതൊരു എന്താ പറയണേ, ഒന്നും പറയാനില്ല, ചോക്ലേറ്റ് സ്മെല്ലാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന സ്പ്രേ ഒക്കെ വേണമെന്നുള്ളവർ ഇത് തിരഞ്ഞെടുക്കാം. അല്ലാത്തവർക്ക് ഇതെനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല സ്മെല്ലാണ്. ഇത് തേർഡ് പാർക്ക് അഡ്വഞ്ചർ ലക്ഷറി പെർഫ്യൂം ആണ്. അപ്പം നമുക്ക് തുറക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തുറക്കാം. തുറക്കുമ്പോൾ തന്നെ ഒരു ടിഷ്യൂ ആണ്. ഇത് ഏകദേശം ഇതിൻ്റെ ഒരു സമയമുണ്ട്. നെക്സ്റ്റ് ഒരു പാർക്ക് അഡ്വഞ്ചറിൻ്റെ യൂറോപ്പ് എന്ന് പറഞ്ഞതാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഓരോരുത്തരും 4 സെറ്റായിട്ടാണ് ആകുന്നത്. അപ്പം ഇന്ന് അടിച്ചേക്കാം. ഇതൊരു
ഇത് അത്രയ്ക്ക് നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കട്ടി മണമൊക്കെ ഉണ്ട്. ഒരുപാട് കട്ടി മണം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അതുണ്ടാവും. പിന്നെ ഹാർമണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കാം. ഹാർമണി എന്ന് പറഞ്ഞാൽ ഒരു പൂക്കളുടെ ഒക്കെ ജാസ്മിൻ്റെയാണ് കൂടുതലും കയറി വന്നത്. അപ്പം പിന്നെ നമുക്ക് ഡിസ്കവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞെടുത്തു. ഇതും നല്ലതാണ്. ഇതും ഇങ്ങനെ ഒത്തിരി കട്ടിമണമൊന്നുമല്ല, ഒരു മീഡിയം ലെവൽ സ്മെല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഈ റെഡ് കളറിലിരിക്കുന്ന സ്പ്രേ എടുക്കാം. ഇതിൻ്റെ പേര് കോൺക്യൂർ എന്നാണ്. അപ്പം ഇതൊന്നും അടിച്ചു നോക്കാം. ഇതും നല്ല സ്മെല്ലാണ്. എനിക്ക് ഇത്തിരി കട്ടിയായിട്ട് തോന്നിയത് യൂറോഹായാണ്. യൂറോ എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് എനിക്ക് നല്ല കട്ടിയായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ എല്ലാത്തിനകത്തും 20 ml വെച്ചാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക്. ഇത് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇത് ആമസോണിൽ കിട്ടും. നമുക്കിത് പാർക്ക് അഡ്വഞ്ചറിൻ്റെ ഇത് ഗിഫ്റ്റ് സെറ്റ് പോലെ ഒന്നാണ്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബട്ടനും കൂടെ അമർത്തി എടുത്ത് വെക്കുക. നമ്മുടെ ഷോർട്സ് വീഡിയോ ഒക്കെ ആരും കാണാത്തതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സബ്സ്ക്രൈബൊക്കെ ചെയ്യും. നമ്മുടെ ചാനലിലും ഇപ്പം 33 ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് നമുക്കൊരു മിനിമം 50 ഒരു ലെവലിലേക്ക് എത്തിയെടുക്കണം. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും നമുക്ക് എത്തിയെടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ. ക്യാമറാമാൻ ഡയറക്ടറിനോടൊപ്പം ഇറ്റ്സ് മീ ബേസിൽ പർപ്പുജൻ സൈനിങ്.